ഏവർക്കും സ്നേഹവന്ദനം. ഒരു ഹിന്ദു ആണെങ്കിലും യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ താൻ എങ്ങനെ വിശ്വസിക്കുന്നുവെന്ന് വിരമിച്ചതായിട്ടുള്ള ബഹുമാനപ്പെട്ട ജഡ്ജി ഭാനുമതി വെളിപ്പെടുത്തുന്നു. തമിഴ്നാട്ടിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയായ ജസ്റ്റിസ് ആർ ഭാനുമതി ജൂലൈ 19 വിരമിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയത്ത് വെള്ളിയാഴ്ച നടന്ന വിടവാങ്ങൽ പ്രസംഗത്തിൽ ഹിന്ദുവായി ജനിച്ചിട്ടും യേശു ക്രിസ്തുവിലുള്ള തന്റെ വിശ്വാസം ആ ജഡ്ജി വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. ഞാനൊരു ഹിന്ദുവാണെങ്കിലും യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ കൃപയാൽ ഞാൻ വിദ്യാഭ്യാസം നേടി ജീവിതത്തിൽ ഉയർച്ച വന്നു. ജസ്റ്റിസ് ഭാനുമതി said during my judicial service there were mountains of obstacles for no reason, yet no human hand could prevent what Jesus Christ has ordained for me in my life. എന്റെ നീതിനായ സേവനത്തിനിടയിൽ ഒരു കാരണവുമില്ലാതെ നിരവധി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും എന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു എനിക്കായി നിശ്ചയിച്ച് തടയാൻ ഒരു മനുഷ്യ കൈക്കും കഴിഞ്ഞില്ല എന്ന് ബഹുമാന പുരസ്കാരം പറയുകയുണ്ടായി. ഇന്ത്യൻ നീതിന്യായ മേഖലയിലെ തന്റെ കരിയറിൽ നേരിട്ട വെല്ലുവിളികളെ കുറിച്ചും ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ യേശു ക്രിസ്തു എങ്ങനെ സഹായിച്ചു എന്ന് ബഹുമാന്യായ ജസ്റ്റിസ് ഭാനുമതി ഊന്നിപ്പറഞ്ഞു. 2014 ഓഗസ്റ്റിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിയായിട്ട് ബഹുമാന്യായ ഭാനുമതി നിയമിതയായി. കോടതിയിൽ 6 വർഷം സേവനമനുഷ്ഠിച്ചു. സുപ്രീം കോടതിയിൽ സേവനമനുഷ്ഠിക്കുന്ന 6ാമത്തെ വനിത കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഭാനുമതി. 1948 33-ാം വയസ്സിൽ തമിഴ്നാട് ഹയർ ജുഡീഷ്യൽ സർവീസിൽ ചേർന്ന അവർ 3 പതിറ്റാണ്ടിലേറെ സേവനമനുഷ്ഠിച്ചു. മദ്രാസ് ഹൈക്കോടതിയിൽ ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിച്ച അവർ 2013 ജാർഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതയായി. വിടവാങ്ങൽ വേളയിൽ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ അവരുടെ വിരമിക്കലിനെ ദുഃഖകരമായ ദിനം എന്ന് വിശേഷിപ്പിക്കുകയും അവർ ഉടൻ നിയമരംഗത്ത് ചേരണമെന്ന് ആശംസിക്കുകയും ചെയ്തു. ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിനായി ഹിന്ദു ജനജാഗൃതി സമിതി എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു ആർട്ടിക്കിളിൽ 2020 ജൂലൈ 18 വന്ന വാർത്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ലോകത്തിൽ ജാതിക്കും മതത്തിനും അതീതമായിട്ട് മാനവികതയുടെ തലങ്ങളിലേക്ക് നമ്മളെ ഉയർത്തുന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹമുണ്ടല്ലോ, അത് എല്ലാ തലങ്ങളിലും നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഭാനുമതി അവരുടെ ബാല്യത്തെക്കുറിച്ചും യൗവനത്തെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് പല മേഖലകളിലും പങ്കുവച്ചിട്ടുണ്ട്. വളരെ ദാരിദ്ര്യം അനുഭവിച്ച ഒരു നിങ്ങളൊക്കെ അകറ്റി നിർത്തിയിരുന്ന എന്ന് പറഞ്ഞാൽ സമൂഹം പൊതുവെ അകറ്റി നിർത്തിയിരുന്ന ഒരു കുലത്തിൽ ജനിച്ചു. അങ്ങനെ പഠിക്കുവാൻ നിവൃത്തിയില്ലാതിരുന്ന സാഹചര്യത്തിൽ അവരുടെ അമ്മ ഒരു ക്രിസ്തു വിശ്വാസിയായിരുന്നത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 10-20 പേരെ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുന്നവര് ഈ ഭാനുമതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജ്ഞാനവും അവരുടെ അറിവും അതേപോലെ തന്നെ പഠിക്കാനുള്ള ആ വലിയ കൊതിയും കണ്ടിട്ട് ആ ഓരോ വ്യക്തികളും ആഴ്ചയിൽ ഒരു ദിവസത്തെ വേതനം അവളുടെ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാമെന്ന് തീരുമാനമെടുക്കുകയും അങ്ങനെ അവരെല്ലാവരും കൂടെ ആ പള്ളിക്കാരെല്ലാവരും കൂടെ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഉയർന്ന പഠനത്തിലേക്ക് ലോയിൽ പഠിക്കുവാൻ തക്കവണ്ണമുള്ള സാധ്യതകൾ ഒരുക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അതിർവരമ്പുകൾ നമുക്ക് ചുറ്റും വേർതിരിവുകൾ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ അതീതമായിട്ട് മനുഷ്യരെ സ്നേഹിക്കുവാനും കരുതുവാനും അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള വലിയ ഒരു ത്വരയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ഇവിടെ ചില ഹിന്ദുത്വവാദികൾ ഉന്നയിക്കുന്ന പോലെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മൾ ആരെയും മാറ്റി നിർത്തരുത്, എല്ലാവരെയും ചേർത്ത് പിടിക്കണം. കാരണം ദൈവത്തിന് ജാതിയും മതവും വർഗവും വർണ്ണ വ്യത്യാസവും ഇല്ല. നാം എല്ലാവരും ഇന്ത്യക്കാരാണ്, ഇന്ത്യ എന്റെ രാജ്യമാകുന്നു, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നുള്ള ആ ഒരു വലിയ ബോധ്യം നമ്മൾ ഉണ്ടാകുകയും അതിനനുസരിച്ച് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ എത്രയോ കഴിവുള്ള ആളുകളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയും. സമൂഹത്തിൽ ഏറ്റവും താഴെ നിലവാരത്തിൽ കഴിയുന്നവരെ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ നമുക്ക് മുൻധാരയിലേക്ക് കൊണ്ടുവരുവാൻ, മുഖ്യധാരയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇതൊക്കെ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടും ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ യേശു ക്രിസ്തുവിന്റെ കരുതലായി നിലനിൽക്കട്ടെ എന്ന അപേക്ഷയോടും കൂടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.